ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ആഴ്സണൽ വോൾസിനെതിരെ സമനില വഴങ്ങിയതാണ് പ്രീമിയർ ലീഗിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതോടെ പോയിന്റ് ടേബിളിൽ സിറ്റിക്ക് ആഴ്സണലുമായി പോയിന്റ് വ്യത്യാസം 2 കുറക്കാനുള്ള സുവർണാവസരമാണ് ആഴ്സണൽ തുറന്നിട്ട് കൊടുത്തത്. ഈ റിസൾട്ടിൽ ആഴ്സണൽ ഫാൻസ് നിരാശരായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആഴ്സണലിനെ കാലങ്ങളായി ഫോളോ ചെയ്യുന്ന കട്ട ഫാൻസിന് ഇതൊരു പുത്തിരിയായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലെ സമാനമായ ഒരു സാഹചര്യത്തിൽ ആഴ്സണൽ കിരീടം കളഞ്ഞു കുളിച്ച ചരിത്രം അവർക്കുണ്ട്. 18 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിൽ ആഴ്സണലിന്റെ കിരീട സ്വപ്നങ്ങൾ തകർന്നു വീണിരുന്നു. ഇന്ന് 2026-ൽ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. വോൾസിനെതിരെയുള്ള ആ സമനില കേവലം 2 പോയിന്റ് നഷ്ടം മാത്രമല്ല ആഴ്സണൽ വരുത്തി വെച്ചിരിക്കുന്നത്. അവരുടെ കിരീട പ്രതീക്ഷകളെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന ഒരു സാഹചര്യം കൂടെ അതിലുണ്ട്. വർഷം 2008. ഇതിഹാസ കോച്ച് ആർസൻ വെംഗറുടെ കീഴിൽ യുവതാരങ്ങളുടെ കരുത്തിൽ ആഴ്സണൽ കുതിക്കുന്ന സമയം. 26 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 63 പോയിന്റുമായി ടേബിളിൽ 1-ാം സ്ഥാനത്തായിരുന്നു അന്ന് ആഴ്സണൽ. 2-ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 58 പോയിന്റ്. ആഴ്സണലിന് 5 പോയിന്റിന്റെ വ്യക്തമായ ലീഡ്. 27-ാം റൗണ്ട് മത്സരത്തിൽ എതിരാളികൾ റെലഗേഷൻ ഭീഷണിയുള്ള ബർമിംഗ്ഹാം സിറ്റി. 95-ാം മിനിറ്റിൽ വഴങ്ങിയ ഒരു പെനൽറ്റി ആഴ്സണലിന്റെ വിധി മാറ്റിമറിച്ചു. സമനിലയിൽ അവസാനിച്ച ആ മത്സരത്തോടെ ആഴ്സണലിന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് നടന്ന 3 മത്സരങ്ങളിൽ കൂടെ ആഴ്സണൽ തുടർച്ചയായി സമനില വഴങ്ങി. അതോടെ ടീമിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. 31-ാം റൗണ്ട് മത്സരത്തിൽ അവർക്ക് നേരിടേണ്ടിയിരുന്നത് കരുത്തരായ ചെൽസിയെ, അതും എവേ മാച്ച്. 2-1 ചെൽസിയോട് തോറ്റതോടെ അവരുടെ കിരീട പ്രതീക്ഷ അവസാനിച്ചു. 5 മത്സരങ്ങളിൽ നിന്നും ആഴ്സണൽ കളഞ്ഞു കുളിച്ചത് 11 പോയിന്റുകൾ. അവിശ്വസനീയമാം വിധം ആഴ്സണൽ തകർന്നു വീണത് ഇങ്ങനെയായിരുന്നു. അടുത്ത മത്സരങ്ങളിൽ ലിവർപൂളിനോട് സമനിലയും കിരീട പോരാട്ടത്തിലെ പ്രധാന എതിരാളികളായ യുണൈറ്റഡിനോട് തോൽവിയും കൂടി നേരിട്ടതോടെ എല്ലാം അവസാനിച്ചു. അവസാന 4 മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ചെങ്കിലും അപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. സീസൺ അവസാനിക്കുമ്പോൾ 87 പോയിന്റുമായി യുണൈറ്റഡ് കിരീടം നേടിയപ്പോൾ 85 പോയിന്റുമായി ചെൽസി 2-ാം സ്ഥാനത്തെത്തി. 83 പോയിന്റുമായി ആഴ്സണൽ 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ലീഗിൽ 11 മത്സരങ്ങൾ മാത്രം ശേഷിക്കെ 5 പോയിന്റിന്റെ ലീഡ് ഉണ്ടായിരുന്ന ടീമാണ് ഇങ്ങനെ തകർന്നത് എന്ന് ഓർക്കണം. ഇന്ന് സാഹചര്യങ്ങൾ വിചിത്രമാം വിധം സമാനമാണ്. ബർമിംഗ്ഹാമിന് പകരം ഇന്ന് വോൾസ്. അന്ന് 95-ാം മിനിറ്റിലായിരുന്ന സമനിലയെങ്കിൽ ഇന്നത് 94-ാം മിനിറ്റിൽ സംഭവിച്ചു. അന്ന് ഗായൽ കൃഷിയുടെ പിഴവിലാണെങ്കിൽ ഇന്നത് കാലിഫോർണിയയുടെ നിർഭാഗ്യകരമായ ഒരു ഓൺ ഗോൾ. ഈ സമനിലയോടെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആഴ്സണലുമായുള്ള പോയിന്റ് അകലം വെറും 2 പോയിന്റിലേക്ക് കുറക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. കണക്കിലെ കളികൾ ചില ആഴ്സണൽ ഫാൻസിനെയെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടാകും. 18 വർഷം മുമ്പ് ബർമിംഗ്ഹാമിനോട് സമനില വഴങ്ങിയതിനു ശേഷം നടന്ന 7 മത്സരങ്ങളിൽ 1-ൽ മാത്രമാണ് ആഴ്സണലിന് ജയിക്കാനായത്. ഈ സീസണിൽ കഴിഞ്ഞ 7 മത്സരങ്ങളിൽ വെറും 2 ജയം മാത്രമാണ് അർട്ടേറ്റയുടെ ടീമിനുള്ളത്. ചരിത്രം അതേപടി ആവർത്തിച്ചാൽ 22 വർഷത്തെ ആഴ്സണലിന്റെ കിരീട കാത്തിരിപ്പ് ഇത്തവണയും നീളും. പക്ഷെ ചരിത്രം തിരുത്തിക്കുറിക്കാനുള്ളതാണ്. ശനിയാഴ്ച ടോട്ടൻഹാമിനെതിരെയുള്ള മത്സരവും പിന്നീട് വരാനിരിക്കുന്ന ചെൽസിക്കെതിരെയുള്ള മത്സരവും ആഴ്സണലിന് ജീവന്മാരുടെ പോരാട്ടമാണ്. ഏപ്രിൽ 18-ന് ഇത്തിഹാദിൽ സിറ്റിക്കെതിരെ നടക്കുന്ന മത്സരം ഒരുപക്ഷെ ഈ സീസണിലെ വിധി നിർണയിക്കും. ആ പഴയ ഭൂതകാലത്തെ മറികടന്ന് ആഴ്സണലിന് കിരീടം ചൂടാനാകുമോ, അതോ അവരുടെ കാത്തിരിപ്പ് ഇനിയും നീളുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?